നിങ്ങൾ വരുത്താതിരിക്കുക. അത് ഫിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന എല്ലാ ഷോർട്സും വീഡിയോസും ഒക്കെ വരാം. ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മുമ്പിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കുറിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ട് സെറ്റിങ്സ് ഉണ്ട് നമ്മൾ യൂട്യൂബിൽ മാറ്റാനായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു പുതിയ യൂട്യൂബറാണ്. ആദ്യം ഈ സെറ്റിങ്സിനെ കുറിച്ചിട്ട് ഞാൻ ഫുൾ ഒരു തേങ്ങ പോലും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതൊന്നും ചെയ്യാതെയാണ് യൂട്യൂബിൽ വീഡിയോസും ഷോർട്സ് ഒക്കെ ഇട്ട് തുടങ്ങിയത്. പിന്നെ ഞാൻ പയ്യെ പയ്യെ മനസ്സിലാക്കി സ്റ്റഡി ചെയ്തെടുത്ത ശേഷമാണ് നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത്. മറ്റ് യൂട്യൂബേഴ്സ് ഇതിനെ കുറിച്ച് പറയുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. വീഡിയോ ഫുള്ളായിട്ട് വേണ്ടി കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ YT സ്റ്റുഡിയോ ലോഗിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ YT സ്റ്റുഡിയോ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മെയിൽ ID വെച്ചിട്ട് ലോഗിൻ ചെയ്തെടുക്കണം കേട്ടോ. YT സ്റ്റുഡിയോ ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്കൊരു ഇൻ്റർഫേസ് കാണും. അതിന് ഏറ്റവും അടിയിലായിട്ട് സെറ്റിങ്സിൻ്റെ ഒരു ചിഹ്നം കാണാം കേട്ടോ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അതിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഫുള്ളും ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് നമുക്ക് നോക്കാം. ചെയ്തെടുത്ത് കഴിയുമ്പോൾ അതിൽ സെറ്റിങ്സിൽ ചാനൽ എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കും. ഈ ചാനലിൽ നമ്മളെ യൂട്യൂബിൻ്റെ കുറച്ച് കീവേഡ്സും നമ്മൾ ഈ ചാനലിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കീവേഡ്സും കാര്യങ്ങളും ഒരു 500 അതിൽ പറഞ്ഞിരിക്കുക. 500 വേർഡ്സിന് നമ്മൾ ഫുൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ ഫസ്റ്റ് നമ്മുടെ ചാനലിലെ പേര് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ ചാനൽ ഏത് ടൈപ്പാണ് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കീവേഡ്സ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ അതെല്ലാം കൊടുത്ത് ഫില്ല് ചെയ്യണം കേട്ടോ. ഏകദേശം ഭയങ്കര നമുക്ക് ഈ കീവേഡ്സ് അറിയില്ലെങ്കിൽ നമ്മൾ നെറ്റിൽ എന്തെങ്കിലും തപ്പി നോക്കി കഴിഞ്ഞാൽ നല്ല കീവേഡ്സ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അത് സെർച്ച് ചെയ്ത് നല്ല കീവേഡ്സ് നോക്കിയിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് ഫുൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറേ ഉണ്ട്. ബേസിക് ഇൻഫോ, അഡ്വാൻസ്ഡ് ആൻഡ് ഫീച്ചർ എലിജിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് 3 എണ്ണം ഉണ്ട്. അപ്പോൾ അത്രയുമാണ് നമുക്ക് അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളത്. പിന്നെ ഈ ചാനലിൻ്റെ അടിയിലായിട്ട് തന്നെ അപ്ലോഡ് ഡിഫോൾട്ട് എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ തന്നെ ഉണ്ട് 2 തരമുണ്ട്, ബേസിക്കും ഉണ്ട് പിന്നെ വേറെ ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ചായിട്ട് നമ്മൾ ചാനലിൽ നമ്മൾ കൊടുക്കുന്ന ടൈറ്റിൽ എന്താണ്, ചാനൽ ടൈറ്റിൽ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. അത് ഫുൾ ഫില്ല് ചെയ്യണം കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു പോർഷൻ ഞാൻ ആക്ച്വലി വിട്ടുപോയിരുന്നു. നമ്മൾ ചാനലിൻ്റെ ഒരു പകുതിക്ക് എത്തുമ്പോൾ ഒരു 6 മാസമൊക്കെ കഴിയുമ്പോഴായ ശേഷമാണ് ഞാൻ അതൊക്കെ ഫില്ല് ചെയ്യാൻ തുടങ്ങിയത്, ഞാൻ ശ്രദ്ധിക്കാനായിട്ടൊക്കെ തുടങ്ങിയത്. അപ്പോൾ അത് നിങ്ങൾ വരുത്താതിരിക്കുക. അത് ഫുൾ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന എല്ലാ ഷോർട്സും വീഡിയോസും ഒക്കെ വൈറലാവട്ടെ. ഇത് 100% ആണ്. ഇത് ഒരിക്കലും തെറ്റായൊരു കാര്യമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെന്തെങ്കിലും ഫുൾ ഫില്ല് ചെയ്ത ശേഷം നിങ്ങൾക്കൊന്ന് കയറി റീച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാനിത് 100% ഉറപ്പാണ്, എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാനത് ഫുള്ള് നമുക്ക് ഇപ്പം ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ പറ്റണില്ല. ഇത്രയും അധികം വേർഡ്സുകളും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ എങ്ങനെ ടൈപ്പ് ചെയ്യുമെന്നുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചാൽ മതി. നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ മലയാളത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക് ഇംഗ്ലീഷിലാക്കി തരും. അപ്പോൾ അതെടുത്ത് കോപ്പി പേസ്റ്റ് എടുത്ത് ഇട്ടാലും മതി. അപ്പോൾ നമുക്ക് ഫുൾ ഫില്ല് ചെയ്ത് നമുക്ക് അതിൻ്റെ ചാനലിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഫുൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമ്മൾ ചാനൽ ഏത് ടൈപ്പ് ചാനലാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഫുൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ കൊടുക്കണം കേട്ടോ. ഈ ബേസിൻ്റെ അപ്പുറത്ത് തന്നെയാണ് അഡ്വാൻസ് സെറ്റിങ്സിൽ നമ്മുടെ ചാനൽ ഏത് ടൈപ്പാണ് ഏത് കാറ്റഗറിയാണ് അത് ഫുൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സെറ്റിങ്സുകൾ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ബാക്കി എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഫുൾ ആദ്യം കുറച്ച് നാൾ റീച്ച് ഉണ്ടായിരുന്നു. പിന്നെ റീച്ചൊക്കെ കുറഞ്ഞു പോയി. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കിയപ്പോൾ മറ്റ് വീഡിയോസൊക്കെ മറ്റുള്ളതൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എന്തോ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിട്ടുപോയതാണ്. ഞാനിപ്പോൾ ഇത് ഫില്ല് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് എൻ്റെ ഷോർട്സൊക്കെ നല്ല റീച്ച് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ അറിയാം, എൻ്റെ ഷോർട്സ് ഭയങ്കര ഹൈപ്പ് കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത്.